ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ അറസ്റ്റ് തത്കാലമുണ്ടാകില്ല. രണ്ടാമത്തെ കേസിൽ രാഹുലിനെ ഉടൻ പിടികൂടേണ്ടെന്ന നിലപാടിലാണ് SIT. അതിജീവിതയുടെ മൊഴി എടുത്ത ശേഷം മാത്രം തുടർ നടപടികൾ. ഇപ്പോൾ നിരീക്ഷണം ഉറപ്പുവരുത്തും. രാഹുലിനെ സഹായിച്ചവരെയും നിരീക്ഷണത്തിൽ നിർത്തും. ക്രൈംബ്രാഞ്ചിന്റെ രണ്ടാം സംഘം ബംഗളൂരുവിലേക്ക് പോകും. ആദ്യ സംഘത്തോട് തിരികെ എത്താനും നിർദ്ദേശം നൽകി. രണ്ടാമത്തെ കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞില്ലെങ്കിലും ആദ്യ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞിരുന്നു. ദക്ഷിണ കർണാടകത്തിലെ ഒളിയിടത്തിലുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. TV പ്രസാദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. TV പ്രസാദ്, SITക്ക് നിർണായകമായ ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കർണാടകയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ സഹായിക്കുന്നത് ആരാണ്, എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളത് എന്നുള്ളതിനെ കുറിച്ചുള്ള സൂചന ലഭിച്ചിട്ടുണ്ടെങ്കിലും ഉടനടി അറസ്റ്റിലേക്ക് കടക്കണ്ട എന്നുള്ളതാണ്. അതൊരു പക്ഷേ കോടതിയിൽ പിന്നീട് തിരിച്ചടിയായേക്കാം. ആദ്യ കേസിൽ ഹൈക്കോടതിയിൽ നോട്ട് ടു അറസ്റ്റ് ഉണ്ട്. അത് 15-ാം തീയതി വരെയാണ്. വളരെ സാങ്കേതികമാണ്. അതിന്റെ അർത്ഥം അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടിയെന്നല്ല. സാധാരണ ഇതിൽ ഹൈക്കോടതിയിൽ ഈ ബെഞ്ചിലെത്തുന്ന എല്ലാ കേസുകളിലും നോട്ട് ടു അറസ്റ്റാണ് ലഭിക്കാറ്. അത്തരം കാര്യമേ ഉള്ളൂ. പക്ഷേ ഇത് 15-ാം തീയതി വരെ തൽക്കാലത്തേക്ക് പോലീസ് അടങ്ങും എന്നാണോ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല രണ്ടാമത്തെ കേസിൽ ആ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടി ഇമെയിൽ അയച്ചിട്ടേ ഉള്ളൂ. ആ പെൺകുട്ടി മൊഴി നൽകിയാൽ മാത്രമല്ലേ രണ്ടാമത്തെ കേസിലും അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കൂ. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്ന ദിവസങ്ങളിൽ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയും കുറവല്ലേ? ഒളിവിൽ തന്നെ തുടരാനാണോ സാധ്യത? TV പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവ് ജീവിതം തന്നെ തുടരാൻ തന്നെയാണ് സാധ്യത. കാരണം പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇപ്പോൾ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ചെയ്യാൻ ഒരു നിയമ തടസ്സവുമില്ല. കാരണം രണ്ടാമത്തെ കേസിൽ തടഞ്ഞിട്ടില്ല. ആദ്യത്തെ കേസിലാണ് അറസ്റ്റ് ചെയ്തത്. ഡിസംബർ 15-ന് അടുത്ത കേസ് പരിഗണിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത കേസ് എന്നുള്ളത് മുൻകൂർ ജാമ്യാപേക്ഷയാണ് പരിഗണിക്കുന്നത്. അരുണ് പറഞ്ഞതുപോലെ ഇത്തരം കേസുകൾ വിശദമായി പരിഗണിക്കുന്നതിന് മുമ്പ് അറസ്റ്റ് തടയുന്ന ഒരു പതിവ് രീതി അത് ഹൈക്കോടതിക്കുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ആ ആനുകൂല്യം രാഹുൽ മാങ്കൂട്ടത്തിനും കൊടുത്തത്. പക്ഷേ ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്ന് ഹൈക്കോടതിയിൽ നിന്ന് അറസ്റ്റ് തടഞ്ഞതിന് പിന്നാലെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ രണ്ടാമത്തെ കേസിൽ ആ മുൻകൂർ ജാമ്യവും അതുപോലെ അറസ്റ്റ് തടയാനുള്ള ഹർജിയുമായി മുന്നോട്ട് പോയത്. പക്ഷേ ഇവിടെ കനത്ത തിരിച്ചടി ഉണ്ടാവുകയായിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് പിന്നീട് അടുത്ത ദിവസത്തേക്ക് മാറ്റി. അതോടൊപ്പം തന്നെ അറസ്റ്റ് തടയണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജി തള്ളുകയും ചെയ്തു. അത് പരിഗണിക്കുകയും ചെയ്തില്ല എന്നുള്ളതാണ് കാര്യം. നിലവിലെ സാഹചര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം. പക്ഷേ ഇതിലൊരു സാങ്കേതിക പ്രശ്നമുള്ളത്, രണ്ടാമത്തെ പരാതിക്കാരി ആ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്താത്തത് കൊണ്ട് തന്നെ ചാടിക്കേറി അറസ്റ്റ് ചെയ്താൽ അത് പിന്നീട് ഒരു ബുദ്ധിമുട്ടാകും എന്ന് അറിയുന്നത് കൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘം തൽക്കാലം രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. പക്ഷെ നിരീക്ഷണം അവസാനിപ്പിച്ചിട്ടില്ല. നേരത്തെ ചെയ്യുന്നത് പോലെ തന്നെ രാഹുലിൻ്റെ ഒളിയിടങ്ങൾ കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നുണ്ട്. ബാംഗ്ലൂരിലേക്ക് നേരത്തെ പോയ സംഘം തിരിച്ചു വന്ന് മറ്റൊരു സംഘത്തെ അവിടെ നിയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കീഴ്വഴക്കത്തിൻ്റെ ഭാഗമായി മാത്രമാണ്. അതല്ലാതെ നിയമപരമായി ഒരു തടസ്സം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നതിന് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലില്ല. പക്ഷേ എങ്കിൽ പോലും തൽക്കാലം ആ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത് വരെ അറസ്റ്റ് ചെയ്യേണ്ട എന്ന നിലപാടിലാണ് പ്രത്യേക അന്വേഷണ സംഘമുള്ളത്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കാണെങ്കിൽ ഒരു സമാധാനമായി. കാരണം അവർ പുറത്താക്കിയിട്ടുണ്ട്. CPIM-നാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യാം. ഇലക്ഷന്റെ തൊട്ട് മുമ്പ് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് എന്നൊക്കെയാണ് കോൺഗ്രസിന്റെ നേതാക്കൾ പറഞ്ഞത്. ഇന്നലെ ഹൈക്കോടതിയുടെ ഇടപെടലോടെ അതെന്തായാലും പൊളിഞ്ഞു. പക്ഷേ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ചർച്ചയായിട്ടുണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയായിരുന്നു. ഒരു കാര്യം കൂടി TV പ്രസാദ്, ഈ നോട്ട് ടു അറസ്റ്റ് ഹൈക്കോടതിയിൽ നിന്ന് ആദ്യത്തെ കേസിൽ വന്നു. 15-ാം തീയതി വരെയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ടും വന്ന് തൊട്ടടുത്ത ദിവസം ജാമ്യ ഹർജി പരിഗണിക്കുകയും ചെയ്യും. പക്ഷേ രണ്ടാമത്തെ കേസിൽ ഇങ്ങനെ ഒരു കുരുക്ക് കിടക്കുന്നത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനിടയിൽ നാടകീയമായി പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടോ? ഇടയ്ക്ക് ഫോൺ സ്വിച്ച് ഓണൊക്കെ ആയിരുന്നു. ഇല്ല, പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യത കാണുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നിലവിൽ വേണമെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് അറസ്റ്റ് ചെയ്യുന്നതിൽ നിയമപരമായി തടസ്സമില്ല. ഒരു കീഴ്വഴക്കം എന്ന നിലയിൽ ഒരു കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കുന്ന സമയത്ത് ഇതിപ്പോൾ 1 അല്ല 2 ആണ്. ഹൈക്കോടതിയിൽ മാത്രമാണ് അറസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു നടപടിക്ക് സ്റ്റേ ഉള്ളത്. തിരുവനന്തപുരം കോടതിയിൽ കൊടുത്തതിൽ ഒരു നടപടിയും പ്രശ്നമല്ല. കാരണം ഏത് നിമിഷം വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം. പക്ഷേ കീഴ്വഴക്കത്തിൻ്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന നിലപാട് പ്രത്യേക അന്വേഷണ സംഘം എടുക്കുന്നത് കൊണ്ട് തന്നെ ചാടിക്കേറി ഇനിയിപ്പോൾ ഇലക്ഷൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളിലും മറ്റും പങ്കെടുക്കാനുള്ള സാധ്യത കുറവാണ്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ആള്. എന്താണ് തീരുമാനിക്കുക എന്ന കാര്യം അറിയില്ല.
പക്ഷേ ഇപ്പോഴും MLA സ്ഥാനം എന്ത് വേണം എന്ന കാര്യത്തിലുള്ള ഒരു തീരുമാനവുമായില്ല. ശരി. MLA ഓഫീസ് സജീവമായി അവിടെ പ്രവർത്തിക്കുന്നു. ഓക്കെ, ഇപ്പൊ 11 ദിവസമാവുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒളിവിൽ പോയിട്ട്. ഈ 11 ദിവസത്തിൽ 9-10 ദിവസവും കർണാടകയിൽ തന്നെ ആയിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. അതും ദക്ഷിണ കർണാടകയിൽ അവിടുത്തെ പ്രബലനായ ഒരു നേതാവിന്റെ സഹായത്തോടു കൂടി റിയൽ എസ്റ്റേറ്റ് വ്യാപാരികളുടെ ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയ സംഘം അദ്ദേഹത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കാനുണ്ട് എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അദ്ദേഹം ആ റിസോർട്ടിൽ തന്നെ തുടരുകയാണ്. പോലീസിന് ചില നിർണായകമായ വിവരങ്ങൾ ലഭിച്ചു, പക്ഷേ ഇപ്പോൾ അറസ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. SIT രണ്ടാമത്തെ SIT ബാംഗ്ലൂരിലേക്ക് പോയിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം നടത്തും. നിരീക്ഷണത്തിൽ തന്നെയാണ്. എപ്പോൾ കേരളത്തിലെത്തിയാലും ആ സമയത്തിൽ അറസ്റ്റ് ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. തൽക്കാലത്തേക്ക് SIT ഉടനടി അറസ്റ്റ് ചെയ്യേണ്ടതില്ല. കാരണം രണ്ടാമത്തെ കേസിൽ എന്താണ് കോടതി പറയുന്നത് എന്ന് കേട്ടതിനു ശേഷം 15-ാം തീയതിക്ക് ശേഷം അറസ്റ്റ് എന്ന മട്ടിലായിരിക്കും കാര്യങ്ങൾ പോവുക. പക്ഷെ അപ്പോഴേക്കും കോൺഗ്രസിന് ആശ്വാസം, ആ സമയത്ത് ഈ അറസ്റ്റോ മറ്റ് നാടകീയമായ സംഭവ വികാസങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, തെരഞ്ഞെടുപ്പിന് സമയത്ത് ഒരു MLA അറസ്റ്റ് ചെയ്ത് കേരളത്തിൽ ഉടനീളം വാഹനത്തിൽ ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ടുവരുന്ന ഒരു കാഴ്ച ഉണ്ടാകുമായിരുന്നു. ആ കാഴ്ച എന്തായാലും തൽക്കാലം ഇല്ലാതായിരിക്കുന്നു. ഇനി 15-ാം തീയതിക്ക് ശേഷമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ SIT ഒരു തീരുമാനമെടുക്കുക. 15-ാം തീയതി ഹൈക്കോടതിയും മുൻകൂർ ജാമ്യം തള്ളുകയാണെങ്കിൽ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യും.